ഹായ് ഓൾ, ഹിഡൻ ടോക്സ് 365 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം KJ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന UK-യിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ്. നമ്മളൊരു UK-യിലേക്കുള്ള ഒരു സ്കിൽഡ് വർക്കർ വിസ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലോ ഒക്കെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കറിയാം UK-യിലേക്ക് വരുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു നല്ല ജോലി കിട്ടി, ഇവിടെ കുറച്ച് നാൾ നിന്നിട്ട് സെറ്റിൽമെൻ്റ് ആകുക, അല്ലെങ്കിൽ PR എടുക്കുക, അതിനുശേഷം ഇവിടെ സിറ്റിസൺഷിപ്പ് എടുക്കുക. ഇന്ന ഒരു ക്രൈറ്റീരിയ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, ഇനി ഇപ്പോൾ UK-യിലേക്ക് വന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇവിടെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ PR അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസയോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പം ഇതിന് ഈ പറയുന്ന സ്കിൽഡ് വർക്കർ വിസ അല്ലെങ്കിൽ PR സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടാൻ ഇവിടെ ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഒരു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ ഫ്രെയിംവർക്ക് ഫോക്കസ് ചെയ്യുന്നത്, UK-യുടെ ഇമിഗ്രേഷൻ ഫ്രെയിംവർക്ക് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഗവൺമെൻറ് ഈ പറയുന്ന ഒരു ക്രൈറ്റീരിയ, നേരത്തെ ഉണ്ടായിരുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ബാറ് ഇവർ റേസ് ചെയ്തിരിക്കുകയാണ്, ഇവർ മുകളിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ ക്രൈറ്റീരിയാസ് ഇവർ കൂട്ടിയിരിക്കുകയാണ് ഈ പറയുന്ന സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അല്ലെങ്കിൽ PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ സാലറീസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൂടുതലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇവിടെ PR സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടാനായിട്ട് കൂടുതൽ നാൾ സ്റ്റേ ചെയ്യണം, ലോങ്ങർ പീരീഡ് ഇവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ള കാര്യം, കൂടുതൽ സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇവരിപ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റിസൺഷിപ്പിലേക്കും PR-ലേക്കും ഒക്കെ ഇവർ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഒരു സ്കിൽഡ് വർക്കർ വിസയിലെത്തി സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ PR അത് അങ്ങനെ ഒരു ക്രൈറ്റീരിയയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് ഇനി ഇവിടെ വരാൻ പോകുന്ന ചേഞ്ചസ് എന്ന് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് തന്നെ നമുക്ക് നോക്കാം പുതിയ ചേഞ്ച്, PR അല്ലെങ്കിൽ ILR അതുവഴി ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിലേക്ക് മാറാനുള്ള പുതിയ ചേഞ്ചസ് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് എന്ന്. ഇപ്പോൾ 10 ഇയർ എന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുകയാണ്. നമുക്കറിയാം ഇപ്പോൾ 5 ഇയർ ഒരു സ്കിൽഡ് വർക്കർ വിസയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് PR അല്ലെങ്കിൽ ILR കിട്ടുമായിരുന്നു. അതിനുശേഷം ഒരു വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കിട്ടുമായിരുന്നു. എന്നാൽ ആ ക്രൈറ്റീരിയ ഇപ്പോൾ 10 ഇയർ PR അല്ലെങ്കിൽ ILR കിട്ടാൻ വേണം, അതിനുശേഷം ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പിന് നേരത്തെ 6 ഇയർ ആയിരുന്നത് ഇപ്പോൾ 11 ഇയർ ആയിട്ട് കൂടുകയാണ്. അപ്പോൾ ടോട്ടൽ വെയിറ്റിംഗ് പീരീഡ് ഒരു സ്കിൽഡ് വർക്കറിന് ഇപ്പോൾ 11 ഇയേഴ്സ് ആകുകയാണ് സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ILR അല്ലെങ്കിൽ PR കിട്ടാനായിട്ട് 10 ഇയേഴ്സും ആകുകയാണ്. ഇതിനകത്ത് എക്സെപ്ഷൻ അവർ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുടെ സ്പൗസിന് 5 ഇയേഴ്സ് മതി ഈ പറയുന്ന ILR അല്ലെങ്കിൽ PR കിട്ടാനായിട്ട്. അപ്പം അത് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്ന എക്സെപ്ഷൻ. ഇനിയും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ ജോബ് കിട്ടാനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സാലറി ക്രൈറ്റീരിയ, അതും അവർ കൂട്ടിയിരിക്കുകയാണ്. എന്ന് പറയാൻ നമുക്കറിയാം, നേരത്തെ ഒരു സ്കിൽഡ് വർക്കർ ജോബ് വിസ കിട്ടാനായിട്ട് UK-യിൽ കിട്ടാനായിട്ട് ഇവിടെ ഒരു ലെവൽ 3 എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പറഞ്ഞാൽ A ലെവൽ RQF ലെവൽ 3 എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ഡിപ്ലോമ അതിൻ്റെ അടുത്ത് വരുന്ന എഡ്യൂക്കേഷൻ അത്രയും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ ഒരു സ്കിൽഡ് വർക്കർ വിസ കിട്ടുമായിരുന്നു. നമുക്കറിയാം ITI ഒക്കെ കഴിഞ്ഞവരും ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഒക്കെ ഇവിടെ സ്കിൽഡ് വർക്കർ വിസ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ ലെവൽ അവരിപ്പോൾ ഉയർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ RQF ലെവൽ 6 വേണം മിനിമം എന്ന കണ്ടീഷനിലേക്ക് മാറുകയാണ്. അപ്പോൾ അത് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം ഉണ്ടായിരിക്കണം. അപ്പോൾ ഡിപ്ലോമയോ അല്ലെ അതിൽ താഴെയുള്ളവർക്കോ ഇനിയും ഈ പറയുന്ന ഒരു സ്കിൽഡ് വർക്കർ വിസ കിട്ടാനുള്ള സാധ്യത കുറയുകയാണ്. അപ്പം ഈ പറയുന്ന ടെക്നിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റോളിലോട്ട് വരുന്നവർക്ക് ഇനി മസ്റ്റ് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി, അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്ന് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ. അതുപോലെ സാലറി ത്രഷോൾഡും ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ 26,200 പൗണ്ട് ആയിരുന്നു ആനുവൽ സാലറി വെച്ചിരുന്നതെങ്കിൽ അതിപ്പോൾ മിനിമം സാലറി റിക്വയർഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 38,700 പൗണ്ട് ആക്കി മാറ്റിയിരിക്കുകയാണ് പെർ ഇയറിൽ.
അതുപോലെ ചില സോഫ്റ്റ്വെയർ എഞ്ചിനീയർ റോളൊക്കെ പോലെയുള്ള ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള റോളുകൾക്ക് മിനിമം അവർ വെച്ചിരിക്കുന്നത് 51,000 പൗണ്ടാണ് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള മിനിമം സാലറി റിക്വയർമെന്റ് ആനുവലി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു നല്ല വാർത്ത അതിനകത്ത് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്കിൽഡ് വർക്കർ വിസ ഏപ്രിൽ 2024 മുന്നേ എടുത്തിട്ടുള്ളവർ ഈ സാലറിയുടെ കണ്ടീഷനിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയയിൽ നിന്നോ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ലെവൽ 6 എഡ്യൂക്കേഷൻ വേണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന സാലറി ഈ 51,000 38,000 ഒന്നും വേണമെന്നുള്ള ക്രൈറ്റീരിയ ഇല്ല. പക്ഷെ അവര് ഏപ്രിൽ 4 2024 മുന്നേ സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവരായിരിക്കണം. അതിനുശേഷമുള്ളവർക്കെല്ലാം ഇത് ബാധകമാകും എന്നാണ് പറയുന്നത്. ഇനിയും ചില റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒക്യുപ്പേഷൻസിനെ മാറ്റിയിരിക്കുകയാണ്. ചില ഒക്യുപ്പേഷൻസിനെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നാട്ടിൽ നിന്നും ഒക്കെ ഒത്തിരി പേര്, നമ്മളുടെ നാട്ടിൽ നിന്നും പല UK-യുടെ ഔട്ട്സൈഡിൽ നിന്നും പല ആളുകളും വന്നിട്ടുള്ളതാണ്. ഇപ്പം സ്കിൽഡ് വർക്കർ വിസ എന്ന കാറ്റഗറി വന്നതാണ്. കെയർ ഹോംസ്, കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സീനിയർ കെയർ അസിസ്റ്റന്റ് അങ്ങനെയൊക്കെയുള്ള വിസ കാറ്റഗറിയിലേക്ക്. അപ്പം ഓവർസീസിൽ നിന്ന് അല്ലെങ്കിൽ UK-ക്ക് പുറത്തു നിന്നുള്ള ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് ഇനിയും ഇല്ല എന്നാണ് പറയുന്നത്. അത് അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്കിൽഡ് വർക്കർ വിസ അല്ലെങ്കിൽ സോഷ്യൽ കെയർ ജോബ്സ് നമുക്കിനിയും UK-ക്ക് പുറത്തു നിന്ന് ഔട്ട്സൈഡ് UK-യിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒക്യുപ്പേഷൻസ് എല്ലാം അവർ റെസ്ട്രിക്റ്റഡ് ആക്കി എന്നാണ് പറയുന്നത്. അടുത്ത ഇതെന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒരു ചേഞ്ച് അവർ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വരുത്തിയിരിക്കുന്നത്, അതായത് ടെമ്പററി ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് അവര് ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതിനെ UK-ക്ക് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവര് പുതിയ ടെമ്പററി ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് 2025 മുതൽ ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ജോലികൾ ഇപ്പം അവർക്ക് അത്രമാത്രം ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതിന് അവർ പർട്ടിക്കുലർ ഒരു ടൈം പീരീഡ് ഇടും. ഇപ്പോൾ ഒരു 3 മാസം ആയിരിക്കാം അല്ലെങ്കിൽ 6 മാസം ആയിരിക്കാം. ഈ 6 മാസം ടൈം പീരീഡിൽ അവിടെ അത്രയും ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് അവർ ഈ പറയുന്ന RQF ലെവൽ 6-ന് താഴെയുള്ളവരെയും ചിലപ്പോൾ റിക്രൂട്ട് ചെയ്തിരിക്കും. പക്ഷെ അതിനകത്തും ഒരു ലിമിറ്റഡ് ടൈം ഫ്രെയിമിൽ മാത്രമേ അവർ ഈ റിക്രൂട്ട്മെന്റ് നടത്തത്തുള്ളൂ. അതുപോലെ ടൈറ്റ് റെസ്ട്രിക്ഷനോടുകൂടി മാത്രമേ ഈ റിക്രൂട്ട്മെന്റ് അവർ നടത്തത്തുള്ളൂ. അപ്പം അത് അവർ ലിസ്റ്റ്, ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ടെമ്പററി ആയിട്ട് അവർ പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും അടുത്ത ഒരു പ്രത്യേകമായിട്ട് വരുന്ന ഒരു ചേഞ്ചാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്റ്റാൻഡേർഡ്. അതും അവർ ഹൈ ആക്കുകയാണ്. അപ്പോൾ നേരത്തെ ഒരു സ്കിൽഡ് വർക്കർ വിസയിലോട്ട് വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ PR സ്റ്റാറ്റസിലോട്ട് വരേണ്ട ഒരാൾക്ക് B1 ലെവൽ ഇംഗ്ലീഷ് മതിയായിരുന്നു. B1 ലെവൽ എന്ന് പറഞ്ഞാൽ IELTS വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 5.55 5.5 ആ റേഞ്ചൊക്കെ കിട്ടിയാൽ നമുക്ക് B1 എന്ന് പറയാമായിരുന്നു. പക്ഷെ അതിനെ അവർ B2ലേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 6.56 ആ റേഞ്ചിലേക്ക്, അതായത് അപ്പർ ഇന്റർമീഡിയറ്റ് റേഞ്ചിലേക്ക് അവർ ഇൻക്രീസ് ചെയ്തു ഒരു സ്കിൽഡ് വർക്കർ വിസായി വരുന്നവർക്ക്. അതുപോലെ ഡിപ്പെൻഡന്റ് വിസായി വരുന്നവർക്ക് 18 ഇയേഴ്സിന് മുകളിലുള്ള എല്ലാവരും ഏകദേശം A2 ലെവല് പ്രൊഫഷൻസി ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 4.54 ആ ഒരു റേഞ്ച് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ബേസിക് ലെവൽ എങ്കിലും പ്രൂവ് ചെയ്തിരിക്കണം. അപ്പോൾ നേരത്തെ ഡിപ്പെൻഡൻസിന് ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടെ. പക്ഷെ അത് ഇപ്പോൾ A2 ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പം ഈ ചേഞ്ച് ഇംഗ്ലീഷ് പ്രൊഫഷൻസിയിലും അവർ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി PR അല്ലെങ്കിൽ ILR എടുക്കാൻ എല്ലാവരും, ഇപ്പോൾ ഡിപ്പെൻഡന്റ് കാറ്റഗറിയിൽ വന്നവരാണെങ്കിലും സ്കിൽഡ് വർക്കറിൽ വന്നവരാണെങ്കിലും എല്ലാവരും B2 ലെവൽ എടുത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ 6.5. അപ്പോൾ ഇതിന് അക്സെപ്റ്റഡ് ആയിട്ട് അവർ പറഞ്ഞിരുന്നത് IELTS അക്സെപ്റ്റഡ് ആണ്, TOEFL അക്സെപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഠിച്ച ഡിഗ്രി ടോട്ട് ഇൻ ഇംഗ്ലീഷ് അക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്തവർക്ക് ആ പ്രശ്നം വരത്തില്ല, അല്ലെങ്കിൽ ഇവിടെ ബാച്ചിലേഴ്സ് ചെയ്തവർക്കൊന്നും ആ പ്രശ്നം വരത്തില്ല. കാരണം അവർ ഓൾറെഡി UK ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ അതിനെ അവർ ഇതിന് ഈക്വലൻ്റ് ആയിട്ട് എടുക്കുന്നതാണ്. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ചാണ് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജിൽ ഉള്ള വർധനവ്, അല്ലെങ്കിൽ വിസ ഫീസിലുള്ള വർധനവ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഒരു അഡൽട്ടിനുള്ള പെർ ഇയർ IHS ചാർജ് എന്ന് പറയുന്നത് 1035 പൗണ്ടാണ്. അതുപോലെ 18 ഇയർ അണ്ടറിലുള്ള ചിൽഡ്രൻസിന് വെച്ചിരിക്കുന്നത് 776 പൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു 3 പേരടങ്ങുന്ന ഒരു ഫാമിലി 3 വർഷത്തേക്ക് IHS ഫീസ് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും, ഏകദേശം 9,000 പൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക്
£3,000 പൗണ്ടെങ്കിലും ആകും 3 വർഷത്തേക്ക്. അപ്പോൾ പിന്നെ 3 പേരുള്ള ഫാമിലി ആണെങ്കിൽ 3 വർഷത്തേക്ക് £9,000 പൗണ്ട് ആകും. ഇപ്പം 4 പേരുണ്ടെങ്കിൽ അതൊരു £12,000 പൗണ്ടിലേക്ക് ഇൻക്രീസ് ആകും. അപ്പോൾ അത്രമാത്രം ഇൻക്രീസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനിയും സ്കിൽഡ് വർക്കർ വിസയുടെ ആപ്ലിക്കേഷൻ ഫീസും ഇൻക്രീസ് ആയി. £610 മുതൽ £1,400 വരെ അതിൻ്റെ വേരി ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ജോബ് അല്ലെങ്കിൽ ആ ഡ്യൂറേഷൻ ഓഫ് ജോബ്, അതൊക്കെ അനുസരിച്ച്. ഇനി ഇത് കൂടാതെ തന്നെ പല എക്സ്പെൻസുകളും വരും. റെസിഡൻസ് പെർമിറ്റ് ഫീസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടെസ്റ്റിൻ്റെ ഫീസ്, ഇനി ഡോക്യുമെൻറ്റ്സ് ഒക്കെ ട്രാൻസ്ലേഷൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നോട്ടറി അറ്റസ്റ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിലോ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാശുകൾ എക്സ്ട്രായും നമ്മൾ കരുതണം. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ വിസയുടെയൊക്കെ കാശ് വളരെയധികം കൂടിയിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടതിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, ഇനി ഇങ്ങോട്ട് വരുന്നത് എന്തെങ്കിലും അല്ലെങ്കിൽ UK യിലേക്ക് വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ നിൽക്കുന്നവരും ചോദിക്കുന്നതാണ്, ഇനി ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന്. യെസ്, എൻ്റെ അഭിപ്രായത്തിൽ പ്രയോജനമുണ്ട്. പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ലോങ് ടേം ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ആ റൈറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ പറയുന്ന സാലറി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് യാതൊരു പ്രയാസവും അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ ഇപ്പം ഈ റൂളൊന്നും ഇവർ കൊണ്ടുവരിക്കുന്നത് ഈ പറയുന്ന മൈഗ്രേഷനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയല്ല, ഇല്ലാതാക്കാൻ വേണ്ടിയല്ല. പക്ഷേ ഇവർ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഇങ്ങോട്ട് വന്നാൽ മതി എന്നത് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് കൊണ്ടിരിക്കുന്നതാണ്. അതുവഴി UK എക്കണോമി സ്ട്രോങ് ആകാൻ വേണ്ടി. അപ്പോൾ നേരത്തെ ഇവിടെ വരുന്നവരുടെ എക്കണോമി സ്ട്രോങ് ആകാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഒരു UK എക്കണോമി സ്ട്രോങ് ആകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് ഇനി UK യിലെ സ്കിൽഡ് വർക്കർ വിസ അല്ലെങ്കിൽ UK യിലെ PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിലേക്ക് ഉള്ള പുതിയ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്ന ചേഞ്ചസ്. അപ്പോൾ ഇനി നിങ്ങൾ സ്വയം ഒന്ന് ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഈ പറയുന്ന ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് വിലയിരുത്തുക. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് UK സ്കിൽഡ് വർക്കർ വിസ എടുക്കാനും അതുപോലെ തന്നെ PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിലേക്ക് മാറാനും പറ്റുന്നതാണ്. അപ്പം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. എല്ലാവർക്കും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.